ബ്രിഗേഷേ ഇതാരാ വന്നേ നോക്കിയാ മോനെ ബ്രിഗേഷേ എനിക്ക് എങ്ങനെയുണ്ടറാ? കുഴപ്പമില്ല. ശരിയാകില്ല. കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് നാളെ മുതൽ പണിക്ക് വരണേ ഈ മാഹിയിലെ ആശ്രമത്തിലാ പണി. അല്ല മുതലാളി ഇപ്പോൾ അതിഥി തൊഴിലാളിയൊന്നും കിട്ടില്ലേ? പകുതി പൈസ മൂപ്പർ തന്നെ കമ്മീഷൻ എടുക്കും, പിന്നെ അവർ വരുമോ? ആ പഞ്ചേച്ചി വന്നല്ലോ. പഞ്ചേച്ചി ടെസ്റ്റെല്ലാം കഴിഞ്ഞിക്കാ, ഇനി നമുക്ക് പോയി കൂടാ. ഇനി ഒരു ടെസ്റ്റ് കൂടിയേ ബാക്കിയുള്ളൂ, അതിന് ഇവൻ നന്നായി സഹകരിക്കണം. എന്നപ്പോ അങ്ങനെ ഒരു ടെസ്റ്റ് അല്ലട മൃഗേ, ഇനി നാടിട്ട് പോയിട്ട് എന്തെങ്കിലും ഒപ്പിച്ചിക്കാ. 21 നമ്പർ റൂമിൽ ഡോക്ടർ തരണാംശമുണ്ട്. ഓറെ ഒന്ന് കാണണം. ഓരോരു മനോരോഗ വിദഗ്ധനാ. മാനസരോഗത്തിന്റെ ആ പേടിക്കണ്ട, ആത്മഹത്യ ഭീരുക്കളുടെ ലക്ഷണമാണ്. ഇവൻ ഇനി അതിന് മെനക്കെടില്ല എന്ന് ഉറപ്പുവരുത്തണമല്ലോ. അതൊന്നും കാണിച്ചില്ല. ജന്തു നിനക്ക് എവിടുന്ന് കിട്ടിയ ബുദ്ധി? നീ എന്നെ കുറിച്ച് ആലോചിച്ചിനാ? കാറ്റ് താനെ പറഞ്ഞു അന്നേരം ആട്ടുകൂട്ടി അമ്മിഞ്ഞ് വരൂ. എന്താ പേര്? കവിത. ഓൻ്റെത് ബ്രിഗേഷ്. വയസ്സ് എത്രയായി? SSLC ബുക്കിൽ 40, സത്യത്തിൽ 37 ആയിട്ടുള്ളൂ. കണ്ടാലോ അത്രേ പറയല്ലേ? ഇപ്പൊ എന്താ പ്രശ്നം? എന്തു പറയാനാ സാറേ? അല്ല ഓൻ എന്തിന്റെ കേടുണ്ടായിട്ടാന്ന്? മനുഷ്യന്മാരാരെങ്കിലും ചെയ്യുന്ന കാര്യവും ചെയ്ത് അല്ല ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഓൻ എല്ലാത്തിനും കൂട്ടിക്കുന്ന ഓൻ്റെ അളിയനെ ആദ്യം ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണ്ട്. അതാരാ? എൻ്റെ ഓൻ. അപ്പൊ ഇതാരാ? പെങ്ങള് ബബിത, നേരത്തെ പറഞ്ഞില്ലേ? ആ എന്നാ പെങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം. എന്നിട്ട് വലത്തേക്ക് പോകുമ്പോ മോർച്ചറിയുണ്ട്. പേടിക്കണ്ട, അതിന് തൊട്ടപ്പുറത്താ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീൻ. ഇപ്പൊ ചെന്ന് കഴിഞ്ഞാലേ നല്ല ഇലയുടെയും ചായയും കിട്ടും. ഒരെണ്ണം കുടിച്ചിട്ട് ചടേന്ന് പറഞ്ഞ് ഇങ്ങ് വരണ്ട, പതുക്കെ വന്നാ മതി. പുറത്ത് നിന്നാ മതി, ഞാൻ വിളിച്ചോളാം. ഇത് കുറച്ച് സമയം എടുക്കും. ചെല്ലു. പറ മോനെ ബ്രിഗേഷേ, എന്താ നിന്റെ പ്രശ്നം? അവന് സാറേ നാട്ടുകാരാണ് പ്രശ്നം. ഒരാലോചന പോലും സമ്മതിക്കൂല. ഡിവോഴ്സ് ആയത്, 3 തവണ കിട്ടിയത്, 2 കുട്ടികളുള്ളത്, വിധവകള് ഒക്കെ കണ്ടു നോക്കി. എൻ്റെ ബ്രിഗേഷേ, ഈ കല്യാണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ തന്നോട് ആരാ പറഞ്ഞേ? അതിന് സാറ് കല്യാണം കഴിച്ചാന്നോ? പിന്നെ 10 വർഷമായി 2 കുട്ടികളുണ്ട്, സുഖമായി ജീവിക്കുന്നു. അത് ശരി, അപ്പൊ ഞാൻ കെട്ടണ്ട അല്ലേ? അത് ബ്രിഗേഷ് വന്നേ. അതായത് ഇപ്പൊ നമ്മുടെ മഹാന്മാരുടെ കാര്യം തന്നെ എടുക്കാം. നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം ഹാപ്പി ആയിരുന്നില്ലേ? ആണ്. അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി ജീവിതം മുഴുവൻ കല്യാണം കഴിക്കാതെയുള്ള ഉപവാസത്തിലാ. അതൊക്കെ പോട്ടെ, നമ്മുടെ സൽമാൻ ഖാൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ ആയിരിക്കണം നിന്റെ ഹീറോ. നിനക്കൊരു പെണ്ണ് കിട്ടുന്നത് വരെ. അതിപ്പോ കാമ്പറത്തെ ദിനേശൻ പീഡിപ്പണിയാ. 25ാമത്തെ വയസ്സിൽ പെണ്ണ് കിട്ടി. കൊള്ളാം. ഒറ്റമ്മ ഷൈജു ലോട്ടറി കച്ചവട 30-നുള്ളിൽ 2 തവണ കിട്ടി. മിടുക്കൻ. പോക്സോ കേസിൽ കുടുങ്ങിയ ദാസമാഷിക്ക് വരെ പെണ്ണ് കിട്ടിക്ക്. ഇവരൊക്കെയാണ് സാറേ എൻ്റെ ഹീറോ. എനിക്ക് പെണ്ണ് വേണം. അല്ല ബ്രിഗേഷെ പറയുന്നേക്ക്. ബ്രിഗേഷെ, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ, ദാറ്റ്സ് ഓൾ. നിനക്കൊരു പെണ്ണ് വിധിച്ചിട്ടുണ്ടെങ്കിൽ സമയവും സന്ദർഭം ആവുമ്പോൾ ഭൂമി പിളർന്നും തൂണ് പിളർന്നും മതിൽ ചാടിയും വരും. സമാധാനമായിട്ടിരിക്കും. ആ 2 ചായ. ദാ കഴിക്കും. ഇത് കഴിക്കും. ഇതിൻ്റെ ബാക്കി കഴിക്കാൻ എവിടെയോ ഒരു പെണ്ണ് നിന്നെയും കാത്തിരിപ്പുണ്ട്. കഴിക്കും. കഴിച്ചോ? ബ്രിഗേഷ് ഡിസ്ചാർജ് വീട്ടിലെത്തിയിട്ടാ. ഞാൻ പണിക്കോടത്ത് വിളിച്ചിക്കങ്ങളാ. എന്താണ് ഇനി നേരത്തെ പോന്ന്? ഞാൻ കുറേ സ്ഥലം അങ്ങോട്ട് പോത്ത്. ആടുന്ന് ഇനി ഒഴിവാക്കിയാ? ഗ്യാസിന്റെ പ്രശ്നം ഏടുന്നാ വരുന്നു, ഏടുന്നാ പോകുന്ന തിരിയുന്നില്ല. അല്ലടാ, ഇങ്ങ അതിൻ്റെ ഇതുകൊണ്ടല്ലേ തുണിപ്പൊടിയൊന്ന് ഒഴിവാക്കിയേ? ഇതിനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചാൽ ഇനി ഒരു പണിക്ക് പോകും. കൂട്ടാനെന്നല്ലേ? ചോറിന് കൂട്ടാൻ 50 രൂപയ്ക്ക് 2 അയില മതി, നല്ല രസമുണ്ടാവും. ഞാൻ വാങ്ങിയിട്ടില്ല. കഞ്ഞാടുണ്ട്, പപ്പടും വേണേ ചുട്ടു തിന്നോ. ഓ ഇതാരാണ്? എന്താ നീ നാളെ ഫ്രീ ആണ്? എൻ്റെ കൂടെ ആശ്രമത്തിൽ വരുമോ? ആ കൂടെ
പിന്നെ അല്ലാണ്ട് ഞാൻ ഉണ്ട്. ആ ആശ്രമത്തിലേക്കല്ലേ വെറുതെ വിളിക്കില്ല. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രി വേഗം വരാട്ടാ പോയിട്ട്. ബാബുവാ ഇന്ന ഗോപാലിന് പറ്റിയ പെണ്ണൊടുങ്ങണ്ട കാര്യം വെച്ച് നോക്ക്. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ കൂടി ചെക്കനെ തച്ച് കൊല്ലും. ഗോപാലിൽ ലിംഗാച്ചാരം തുടങ്ങി അപ്പൊ നമുക്ക് ചോറാക്കി. ആ ഗോപാലാ ഇയാള് ചോറിനടാ. മനുഷ്യന്മാരായിട്ട് ഉച്ച ബന്ധമില്ലാത്ത എടാ ഒച്ച ഉണ്ടാക്കാനുള്ള സാധനം ഇറക്കിയിട്ട് പ്രാർത്ഥനയുടെ അമ്മ പിന്നെ ഇവിടെ പ്രത്യേക പൂജയുള്ള ഈടെ മെമ്പർഷിപ്പ് ഇട്ടോ നോക്കണം കേട്ടാ. എടാ ബാബുവാ ഇന്നും കൂടെ ഇവിടെ പണിയുള്ളൂ കേട്ടോ. വൈകുന്നേരം പൈസ കണക്കൂട്ടി വാങ്ങാനുള്ളതാ. ഈ വെറുതെ സ്വീപ്പുണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ. എന്താ ഞാനിവിടെ പണിക്കൊന്നൊന്നല്ല. ബ്രിഗേഷിന് ഒരു കമ്പനി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഓനെ നോക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ. നല്ലോണം നോക്കണം. ഈറ്റൊക്കെ ദാസഭവം ഒരു പണിക്കും വേണ്ട. തിന്നുക പ്രാർത്ഥിക്കുക, തിന്നുക പ്രാർത്ഥിക്കുക. നല്ല ആരോഗ്യല്ലേ. അതെ ഒരു കക്കാൻ വേണ്ടി പോകുന്നല്ലോ. വെറുതെ അല്ല എനിക്ക് പെണ്ണിട്ടാത്ത്. എല്ലാരും എടുക്ക്. എല്ലാരും എടുത്തോണ്ടോ. എല്ലാം പച്ചപ്പഴം. അടുക്കളക്കാരികളെ അടുക്കളക്കാരികളെ നമസ്കാരം. അതെ നിങ്ങളിപ്പോൾ ടോട്ടൽ സന്യാസിമാർ എത്ര പേരുണ്ട്? 47. ഞാൻ എല്ലാവരും ഒന്നും കണ്ടിക്കില്ല. പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് പരിചയപ്പെടണം. പുതിയ അഡ്മിഷൻ എടുക്കുന്നുണ്ടോ? ഇല്ല, പുറത്തുനിന്ന് ആരും. അയ്യോ സത്യം പറയാലോ എനിക്ക് സന്യാസാവാൻ ഇഷ്ടം. പക്ഷെ അച്ഛന് വലിയ ഇഷ്ടമല്ല. സന്യാസിയാകുമ്പോൾ നമുക്ക് വലിയ പണിയൊന്നും എടുക്കാതെ കൃത്യമായിട്ട് ഭക്ഷണം കിട്ടല്ല. അതെ കുറച്ച് വെള്ളം തരുക. കഞ്ഞീര വെള്ളം കുറച്ച് ഉപ്പിട്ടിട്ട് ദേശം അച്ചാറും കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതാ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കുടിച്ച അവർ എനർജിയാണ്. അമ്മോ നല്ല പൊരി. ആ അതെ സാമ്യം പ്രശ്നം ഉണ്ടായിട്ടൊന്നല്ല. എൻ്റെ പൊരി. നോക്കടാ 115. മിണ്ടല്ലടാ. എനക്കിപ്പോൾ പീടികയിൽ 10 റുപ്യേൻ്റെ കച്ചവടം നടക്കുന്ന ടൈമാണ്. ആ നേരത്താണ് നിൻ്റെ കൂടെ പെയിൻ്റ് വരക്കാൻ നടക്കുന്നത്. അതിന് ഇന്നെ ആരാ വിളിച്ചേ? എന്നോട് ഡോക്ടർ പറഞ്ഞല്ലേ എന്നെ നോക്കണമെന്ന്. നീ ചാവുന്നു എന്തല്ലോ പറഞ്ഞില്ല. എടാ എനക്കൊരു 10 എവറിയൊത്ത് ഇങ്ങോട്ട് എടുത്താൽ മതിയേനു. ഈടെ ആകുമ്പോൾ നല്ല കച്ചവടം നടക്കും. ഈടെ ആരും ഇടുന്നില്ല എന്ന് എനക്കൊന്ന്. എന്റെ കച്ചവടം ഇവിടെ നടക്കൂല. ഇവിടെ സിസ്റ്റം വേറെയാ. വെള്ളം കുടിക്കടാ. അടിച്ചോ എന്നാ വേണ്ടേ? വെള്ളം മാത്രമേ ഉള്ളൂ അല്ലേ? എന്താ പറ്റി? വെള്ളം വേണം. വെള്ളം എടുക്ക് വെള്ളം എടുക്ക്. ആഹാ ബ്രിഗേഷ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയേ. ഞാനത് ബ്രാക്കോട്ട് വിളിച്ചു അവിടെ നിന്ന്. ഹലോ എടാ ബ്രാക്കോട്ട് എങ്ങനെയാ ഉള്ളേ? ആ ഞങ്ങൾ ബീവറേജില്. ബ്രിഗേഷ് ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇതവിടെ ഞാൻ കൊടുക്കാം. എന്നാ അല്ല എൻ്റെ ഫോൺ അവിടെ പോയി. ഹലോ ഫോണ്. അയ്യോ ഫോണ് പോയിക്ക്. ഫോണ് പോയോ? കുരിപ്പഞ്ഞി അതും കൊണ്ടേ കളഞ്ഞാ. എന്താടാ ഈ ചിലക്കല്ലേ പോയതേ? വയറ്റ് കളിയിട്ട് വയ്യ. അത് ചോദിക്കാനാ ഞാൻ വിളിച്ചത്. നീ വയറ്റ് കളിച്ചെന്റെ ഗുളിക കഴിച്ചാ? ആ
ഹലോ ഹലോ ഈ ചെക്കൻ അന്തും കൊന്തുമില്ല ബോധവുമില്ല ഹലോ വരുന്നുണ്ടാ ഗുളിക കുടിച്ചിട്ടില്ലടാ. എൻ്റെ ഫോൺ എടുത്തു. ഈ എൻ്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചേ. ആ വിളിച്ചാൽ ഹലോ ഹലോ ആ ഹലോ ഈ ഫോൺ ഹലോ ഫോൺ ആരും എടുത്തേക്ക്. ഒരു പെണ്ണ ഇപ്പം കിട്ടുന്നില്ല. പെണ്ണാ നീ നോക്കണ്ടേ, ഞാൻ നോക്കാം. എൻ്റെ ജാക്കി കേസ് ഇപ്പം കഴിഞ്ഞ് കാണുള്ളൂ. ഓ എന്താടാ മൃഗേഷ ഒരു വിമ്മിഷ്ടം? ഒന്നുമില്ല. കുറച്ച് തൈര് വേണോടാ? തൈരും വേണ്ട, ഒരു പോടാടുന്നു. മോനെ കുറച്ച് കുടലാരിഷ്ടം കുടിച്ച വയറ്റിൽ പോച്ചൊരു നല്ലതാടാ. ഞാൻ ഐശുവിനൊന്ന് കഴിച്ചു കേട്ടെ. നമ്മളെ ഐശുവിനെ ഞാൻ അടുത്ത ആഴ്ച മമ്പറത്തേക്ക് പറഞ്ഞേക്കുന്ന എൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഞാൻ നേർച്ച മുഴുവനും നേർന്നത്. മുത്തപ്പനെ ഞാനൊരു പയൻകുറ്റി നേർന്നിട്ടുണ്ട്. എല്ലാം ശരിയാവിടാ. ഇനി വേണ്ടാത്ത പണിക്കൊന്നും പോയേക്കറ്. ബാബുവാളെ എന്താടോ എൻ്റെ പോച്ചിൽ കുറഞ്ഞിക്കില്ല, ആശുപത്രി പോണോ? വേണ്ടോക്കോ മറിയേ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോ. ആരാ? ആരുമില്ല, ഇത് റോങ് കോളാ. നിങ്ങൾ ഉറങ്ങാൻ നോക്ക്. ഫോൺ ഇങ്ങോട്ട് വന്നേ. ബ്രിഗേഷിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ആരെ നമ്പറാ സേവ് ചെയ്ത്? നീ ചോറ് നവിതേ? ഞാൻ ചോറിന്റെ നിങ്ങൾ എന്നാ തിന്നെന്ന് എനിക്കറിയണല്ലോ. നമ്പിക്കൂടെ നിങ്ങളാ. ഹലോ തമിഴെത്തിയോ? നിങ്ങൾക്ക് തമിഴെത്തിയായിട്ടോ ബന്ധം? വീണ്ടും തമിഴ്. ന്യൂ ഇന്ത്യ ഹോട്ടലിന്റെ മുമ്പിലത്തെ പൂക്കാരി ശെൽവിയല്ലേ? അതല്ലേ കള്ളും കുടിച്ചിരുമ്പോ മുല്ലപ്പൂ കെട്ടിക്കൊണ്ടിരുന്ന ഉളുപ്പില്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് നാടകം വലുത് ഞാനാ. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഞാൻ ഗർഭിണിയാണ്ടല്ലേ നിങ്ങളിങ്ങോട്ട് കയറിയിരുന്നണ്ടാ. ഇങ്ങോട്ട് കയറി വാ. ഇതിന്റെ പേരും പറഞ്ഞൊരു തമിഴത്തിന്റെ നമ്പറാണ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോ ഞാൻ കണ്ടു. ഇല്ലെങ്കിലോ ஹலோ இது உங்க ஃபோன் தானே? ஆமா ஆமா, இது எங்க இருக்கு? நீங்க வேலைக்கு வந்தது இங்க தானே, மாஹில? ஆமா ஆமா, ஆசிரமத்துல இருக்கு. ஆமா ஆமா, ஆசிரமத்துல. நீங்க வேலைக்கு வந்தவர் தானே? எனக்கு ஃபோன் திருப்பி வேணும். நீங்க இங்க வந்த ஃபோன் எடுத்துட்டு போலாம். ഞാൻ രാവിലെ തന്നെ അങ്ങോട്ട് വരാം. நீங்க ஆசிரமத்துக்குள்ள வர முடியாது. ஏன்? நாங்க பெண்கள் மட்டும் தான் இங்க இருக்கோம். പിന്നെ എൻ്റെ ഫോൺ എങ്ങനെ കിട്ടും? மார்னிங் பிரேயர் அப்போ மதில் பக்கத்துல வாங்க. நான் வெளியில வந்து ஃபோன் கொடுக்கிறேன். நீங்க உள்ள வர முடியாது. மார்னிங் பிரேயர் எத்தனை மணி? விடிய காலம் 4 மணிக்கு. ஒய், வர முடியாது, ரொம்ப தூரம். ஓ அப்படியா? அப்ப நான் ஃபோன் ஸ்விட்ச் ஆஃப் பண்ணி வெச்சிட்டா? വേണ്ട വേണ്ട, ഓഫ് ആക്കണ്ട. വരാം. ഹലോ